നമസ്കാരം. ലേഡീസ് അവറിലെ പ്രണവ സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷ പരിഹാര നിർദ്ദേശങ്ങളുമായി നമുക്കിന്ന് നമ്മുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് മറുപടി പറയാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ജ്യോതിഷാചാര്യൻ ശ്രീ KV സുഭാഷ് തന്ത്രി സാറാണ്. സാറിനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമ്മളിന്നിവിടെ ഒരുപാട് ആളുകൾ ഏലസ് ധരിക്കുക, മന്ത്രം ജപിച്ച് ചരട് ജപിച്ചത് കെട്ടുക, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മന്ത്രങ്ങൾക്കൊക്കെ വൈബ്രേഷൻസ് ഉണ്ടായിട്ടാണോ അതോ അതിനെന്തെങ്കിലും ഗുഡ് റിസൾട്ട് ഉള്ളതാണോ? അതായത് മന്ത്രങ്ങൾ ശരിയായ മന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അനുകൂല ഊർജ്ജം നമ്മളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏലസ് എല്ലാം എഴുതി കറക്റ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് ഒത്തിരി പേരൊക്കെ വരിക, അപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ അങ്ങനെ ഒട്ടും നിവൃത്തിയില്ലാതെ വരുന്നവരോട് നമ്മൾ ആദ്യം പറയുന്നത്, ഒരു നിവൃത്തിയില്ലാന്ന് പറഞ്ഞാൽ അവരോട് ആദ്യം പറയുന്നൊരു വഴിപാട് 18 ചെറുനാരങ്ങ വാഴനാരിൽ കോർത്തിട്ട് നമ്മൾ തന്നെ കോർത്തിട്ട് ഗണപതിക്ക് നാരങ്ങമാല ചാർത്താൻ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊടുക്കുക. 3 ദിവസം ഗണപതി ഹോമം നടത്താം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് നമ്മൾ ഏലസിന് ചെറിയ എമൗണ്ട് വാങ്ങുന്നുണ്ട്, അത് വാങ്ങാനുള്ള പൈസ അവർക്ക് എവിടെന്നെങ്കിലും കിട്ടും. എവിടെന്നാലും വായ്പ കിട്ടുകയാണോ ജോലി എടുത്ത് കിട്ടുകയാണോ എവിടെന്നാലും കിട്ടിയിരിക്കും. ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് അവർ പൂർണ്ണ വിശ്വാസത്തോടെ ഗണപതിയുടെ ഏലസിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഏലസൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. ഏലസ് സത്യമാണെങ്കിൽ, അതിനകത്ത് എഴുതുന്ന മന്ത്രങ്ങൾ സത്യമാണെങ്കിൽ ഏലസ് ധരിക്കുമ്പോൾ ക്ഷേത്രശുദ്ധി പാലിക്കണം, എന്നാൽ മാത്രമേ ഇത് ഫലിക്കുകയുള്ളൂ. അപ്പോൾ വെറുതെ ഒരു ഏലസും കെട്ടിയിട്ട് 24 മണിക്കൂറും കെട്ടിക്കൊണ്ട് നടന്നാലൊന്നും ഏലസ് ഒരിക്കലും ഫലിക്കില്ല. അതായത് ഏത് മിടുക്കനാണ് എഴുതി തന്നെങ്കിൽ പോലും യഥാർത്ഥ മന്ത്രം എഴുതി അതിൻ്റെ മന്ത്രവും തന്ത്രവും കൂടുമ്പോഴാണ് പൂർണ്ണമാവുള്ളൂ. ഈ തന്ത്രപ്രയോഗമൊക്കെ നടത്തിയിട്ടാണ് തരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഫലിക്കണമെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കുന്ന സമയത്ത്, സ്ത്രീകൾക്ക് പീരീഡ്സ് വരുന്ന സമയത്ത്, ഈ ഭാര്യാഭർത്തൃ ബന്ധ സമയങ്ങളിൽ, ഇങ്ങനെയുള്ള സമയങ്ങളിൽ, മരണ വീടുകളിൽ പോകുമ്പോൾ ഈ സമയങ്ങളിലൊന്നും ഏലസ് ധരിച്ചാൽ അതിന് ഫലം ഉണ്ടാവില്ല, എല്ലാം നെഗറ്റീവാകും. അപ്പോൾ നമ്മളിത് പറഞ്ഞ് അതിനകത്ത് എഴുതി കൊടുക്കുകയാണ്, ഈ സമയങ്ങളിലൊന്നും ഏലസ് ധരിക്കരുത്, ധരിച്ചാൽ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പലരും ഏലസ് എല്ലാം വാങ്ങിച്ചൊക്കെ ധരിക്കുന്നുണ്ട്, ഈ 365 ദിവസം കെട്ടിയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഏലസ് ഫലിക്കുമെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഏലസ് ഫലിക്കണമെങ്കിൽ ക്ഷേത്രത്തിൽ നമ്മൾ എങ്ങനെയാണോ പോകുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ശുദ്ധി വൃത്തിയിലാണ് ചെയ്തു തരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഏലസ് ഫലിക്കും. അത് തന്നെ പലരും ഏലസ് കൊടുക്കുമ്പോൾ ഏലസിൻ്റെ അകത്ത് ഒന്നും എഴുതാതെ, ഈ അടുത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ കൂട് മാത്രമായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞത് അങ്ങേര് കരാർ കൊടുത്തതാണ്. ഇത് ആചാര്യന് എഴുതാൻ നേരമില്ലാത്തതുകൊണ്ട് വേറെ ആൾ കരാർ കൊടുത്തു. അയാൾ ധൃതിയിൽ ചെയ്തപ്പോൾ സംഗതി വെക്കാൻ വിട്ടു. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ചില വലിയ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് വലിയ പൂജാരിമാരാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ആൾക്കിതൊന്നും എഴുതാൻ അറിഞ്ഞൂടാ. സാധാരണ ഈ തട്ടാന്മാരെ എഴുതിയിട്ട് ഇവർ വാങ്ങിച്ചുകൊണ്ട് ചുരുട്ടി ഉള്ളി കയറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു തട്ടാൻ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ എഴുതി തരാം. ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റില്ല, ഞങ്ങളുടെ സാറ് പറഞ്ഞിരിക്കുന്നത് പൂജാതി കർമ്മം ചെയ്യുന്ന കർമ്മി എഴുതിയാൽ ഇത് ഫലിക്കുകയുള്ളൂ, അല്ലാതെ നിങ്ങളെ കൊണ്ട് എഴുതിക്കാനാണെങ്കിൽ നമ്മൾ പണ്ടേ ചെയ്യിക്കും. അതുപോലെ നിങ്ങൾക്കിത് എഴുതാനറിയോ, മന്ത്രം അറിയുമോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ബുക്കിൽ നോക്കിയിട്ടാണ് മന്ത്രം. ഞാൻ പറഞ്ഞു ഏത് ബുക്കിൽ ഒറിജിനൽ മന്ത്രമുള്ളത്? കണ്ണി കണ്ട മന്ത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന രീതിയിൽ ആകെ ഒറിജിനൽ മന്ത്രം കിടക്കുന്നത് സുബ്രഹ്മണ്യൻ്റെ ഷടാനനവും പിന്നെ നരസിംഹത്തിൻ്റെ ഉഗ്രം വീരം, ആ 2 മന്ത്രമാണ് കോമൺ ആയിട്ട് ഒറിജിനലായിട്ട് കിടക്കുന്നത്. പിന്നെ ദുർഗാമന്ത്രമുണ്ട്, അതുപോലും ധും ദുർഗായ നമ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഓം ദുർഗായ നമ എന്ന് പറഞ്ഞാൽ മാത്രമേ ദുർഗയുടെ മൂലമന്ത്രമാവുള്ളൂ. അപ്പോൾ അതുപോലും തെറ്റിച്ചിട്ടാണ് സമയത്ത് പിന്നെ നിങ്ങൾ ഏത് മന്ത്രം എവിടെ നിന്ന് എഴുതുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, സാറിന് എല്ലാവരും വരണം ഇത് വാങ്ങിച്ചുകൊണ്ട് പോകണം. അപ്പോൾ സമചതുരത്തിലാണ് ഇവരിത് എഴുതുന്നത്. സമചതുരത്തിൽ എഴുതിയിട്ട് 4ആയിട്ട് മടക്കും, എന്നിട്ട് ചുരുട്ടും. അപ്പോൾ ഈ 4ആയിട്ട് മടക്കുമ്പോൾ തന്നെ ഈ തകിട് തുളയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ അത് അശുദ്ധിയായി കഴിഞ്ഞു. നമ്മൾ പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ പറ്റില്ല, നീളത്തിലാണ് ഇത് എഴുതാൻ പറ്റുള്ളൂ. അതിന് കുറേ വിധികളുണ്ട്, ഇത് നിങ്ങൾക്കറിയോ, അവർക്കറിഞ്ഞൂടാ. അപ്പോൾ പലരും ഈ വക അഭ്യാസങ്ങൾ കാണിച്ചിട്ടാണ് ഇത് കൊടുക്കും. പിന്നെ ചിലർ കൊടുക്കുന്നത് ഒരു മഹാക്ഷേത്രത്തിൽ നിന്ന് ഒരു ഏലസ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ആ ക്ഷേത്രത്തിലെ ദേവിയുടെ വിഗ്രഹത്തിൽ അവിടെ മണ്ണ് കൊണ്ടുള്ളൊരു ഇതുണ്ട്, കല്ലുകൊണ്ട്, അതിൻ്റെ മണ്ണുണ്ടായിരുന്നു. അത് ദേവിയുടെ മണ്ണായിരുന്നുകൊണ്ട് കുറച്ച് നാൾ ഫലിച്ചുണ്ടാവും. പിന്നെ ഒരു വിദ്വാൻ്റെ ഏലസ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ അകത്ത് അത് ആരും തുറന്നു നോക്കുന്നതല്ല, ഇത് കുളിക്കുന്ന സമയത്തൊക്കെ ഒരു തെറിച്ചു പോകും. ആ സമയത്ത് നോക്കിയപ്പോൾ അതിനകത്ത് തീപ്പെട്ടി കമ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഒരു വിശ്വാസമാണ്. പിന്നെ പല ക്ഷേത്രങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചരടൊക്കെ ജപിച്ച് വെച്ചിട്ടുണ്ടാവും. ഈ ചരടൊക്കെ വാങ്ങിച്ച ആളുകൾ കിട്ടുന്നുണ്ട്, അതൊക്കെ ഒരു വിശ്വാസം. അപ്പോൾ ശരിക്കും ഈ ചരടൊക്കെ പൂർണ്ണമായിട്ട് ഫലിക്കണമെന്നുണ്ടെങ്കിൽ ആ ചരടിൽ ഒരു 16 മന്ത്രക്കെട്ടെങ്കിലും വരണം. അത് ആചാര്യൻ 16 ഒരു ജപിച്ച് കെട്ടണം. അല്ല വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി പ്രോഗ്രാം കണ്ടു അടുത്ത ദിവസം വല്ലെന്ന കെട്ടിരിക്കട്ടെ ഒരു 16 എന്ന് പറഞ്ഞ് കെട്ടിയിട്ട് കാര്യമില്ല. അതിന് ജീവനും പ്രാണനും പ്രതിഷ്ഠയും കൊടുത്ത് പൂർണ്ണത എത്തിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചരട് ജപിച്ച് കൊടുക്കണമെങ്കിൽ പോലും ഒരു പരിപൂർണ ആചാര്യനാണെങ്കിൽ അതിന് സമയമെടുക്കും. ആ ചരട് ധരിച്ചു കഴിഞ്ഞാൽ 27 ദിവസം വരെ അതിന് ഫലം ഉണ്ടാവും. ചരടിന് 27 ദിവസം മാത്രമേ ഫലം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ തീർന്നു കഴിഞ്ഞു. അല്ല, ചരട് കൊടുക്കുമ്പോൾ അതിന് നിശ്ചിത ടൈമിംഗ് അല്ലേ ഉള്ളൂ. ഈ ടൈമിംഗ് ഉള്ളതുകൊണ്ട് അതിന് നിഷ്കർഷയില്ല. അതായത് കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉള്ളൂ.
അപ്പോൾ അത് വാങ്ങിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും വേണമെങ്കിൽ ശുദ്ധി പാലിക്കാൻ തയ്യാറായിരിക്കും. പിന്നെ ചരടാണ് കെട്ടിയിരിക്കുന്നത്, അതിന് അതിൻ്റെതായ ഒരു ബലം ഉണ്ടാവുള്ളൂ. അപ്പോൾ മറിച്ചുള്ള അതിനകത്ത് മന്ത്രം ജപിച്ച് കെട്ടുള്ളൂ. ഏലസിൽ എന്ന് പറഞ്ഞാൽ മന്ത്രം എഴുതി അതിന് ചന്ദനം അരച്ച് മഷി വരട്ടി ജീവനും പ്രാണനും കൊടുത്ത് അങ്ങനെയുള്ള ഒരു സംഭവം കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിനാണ് ബലം കൂടുന്നത്. അപ്പോൾ അങ്ങനെ ഏലസൊക്കെ ധരിച്ചിട്ട് പൈസ ഉണ്ടായി കഴിഞ്ഞ് പൂജ ചെയ്തു പോയ ഇഷ്ടം പോലെ ആളുകളുണ്ട് നമ്മളുടെ ഭാഗത്ത്. നമ്മൾ ഈ പഞ്ചസിരിസൊക്കെ വീട്ടിൽ അത് വാസ്തുവിൻ്റെ സംഭവത്തിലേക്ക് വരുമ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മന്ത്രപ്രയോഗം പറഞ്ഞിട്ട് പെട്ടെന്ന് വാസ്തുവിലേക്ക് കയറി പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മന്ത്രപ്രയോഗത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. കാരണം മന്ത്രപ്രയോഗം നടത്തുമ്പോൾ നമ്മൾ ധരിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഒരു വലിയ ജ്യോതിഷ ഗ്രന്ഥത്തിൻ്റെ, അതായത് ജ്യോതിഷ മാസികയുടെ ഒരു മാനേജർ ആദ്യ പ്രാവശ്യം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പല ജ്യോത്സ്യന്മാർക്കും ലളിതാ സഹസ്രനാമം ഒന്ന് അറിഞ്ഞുകൂടാ, എന്നിട്ടാണ് യുവന്മാരും മിടുക്കന്മാരും ജ്യോത്സ്യന്മാരും പറഞ്ഞിട്ടൊക്കെ നടക്കണേ, ഇതും പോലും അറിയാതെയാണ് നടക്കണേന്ന് പറഞ്ഞു. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഞാൻ പറഞ്ഞു എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്കും ഈ ലളിതാ സഹസ്രനാമം ഒന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞെട്ടിപ്പോയി. അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ തിരിച്ചു ചോദിച്ചു, താങ്കളോട് ആരാ പറഞ്ഞത് ശരിയായ ജ്യോത്സ്യൻ ലളിതാ സഹസ്രനാമോ വിഷ്ണു സഹസ്രനാമോ ഒക്കെ പഠിക്കണമെന്ന് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. അതെന്താണ് തിരിച്ച് ഞാൻ പറഞ്ഞു, ശരിയായ ജ്യോത്സ്യനാണെങ്കിൽ എല്ലാ ദേവീദേവന്മാരുടെയും മൂലമന്ത്രം ഉണ്ടാവും. ഭഗവാന്റെ മൂലമന്ത്രം ചൊല്ലി 3 പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ ആൾ നമുക്ക് വേണ്ട ചെയ്തു തരും. പിന്നെ നമ്മൾ 1000 പ്രാവശ്യം ജപിക്കേണ്ട കാര്യമുണ്ടോ? ഈ സഹസ്രനാമം ജപിക്കാൻ പറയുന്ന ഭക്തരോടാണ്. അത് ധ്യാനമന്ത്രങ്ങളാണ്. അപ്പോൾ ധ്യാനമന്ത്രം ഭക്തർക്കുള്ളത്, മൂലമന്ത്രം കർമ്മിക്കും ജ്യോത്സ്യനുള്ളതാണ്. അപ്പോൾ ഇതിൽ തന്നെ പലർക്കും പറ്റുന്നത് 4-5 വർഷമൊക്കെ പഠിച്ച ജ്യോതിഷം പഠിച്ച് ഈ പ്രോഗ്രാം കാണുമ്പോൾ വിളിച്ചു പറയും, ഞങ്ങളിങ്ങനെ ജ്യോതിഷം പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സാറിൻ്റെ പ്രോഗ്രാം കുറേ വ്യത്യസ്തമായതുകൊണ്ട് വിളിച്ചതാണ്, സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കും അത്ര വർഷമായി, അപ്പോൾ പിന്നെ ഒന്ന് ഗണപതിയുടെ മൂലമന്ത്രം എന്ന് പറയുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് അത് അറിഞ്ഞുകൂടാ. ശരി, എന്നാൽ സരസ്വതിയുടെ ഒന്ന് പറയും അത് അറിഞ്ഞുകൂടാ, സുബ്രഹ്മണ്യൻ്റെ ഇതും അറിഞ്ഞുകൂടാ, പിന്നെ നിങ്ങൾ എന്ത് ജ്യോതിഷം പഠിച്ച്? നമ്മുടെ ഗുരുനാഥനൊക്കെ ജ്യോതിഷം പഠിക്കാൻ ചെന്ന് അതിൻ്റെ ഒരു 3-ാം മാസത്തിലേക്ക് എത്തുമ്പോൾ ആദ്യമായിട്ട് ബാലഗണപതിയുടെ മൂലമന്ത്രം തരും. ബാലഗണപതി, ഈ ബാലഗണപതിയുടെ മൂലമന്ത്രം സ്വായത്തമാക്കി നമുക്ക് പഠിക്കാനുള്ള സ്പീഡ് കൂടി കഴിയുമ്പോൾ അടുത്തത് സരസ്വതിയുടെ തരും, അത് കഴിഞ്ഞ് മഹാഗണപതിയുടെ തരും, അത് കഴിഞ്ഞിട്ട് സുബ്രഹ്മണ്യൻ്റെ തരും, അത് കഴിഞ്ഞിട്ട് ശാസ്താവിൻ്റെ തരും, അത് കഴിഞ്ഞ് അയ്യപ്പൻ്റെ തരും. അയ്യപ്പനും ശാസ്താവും രണ്ടെണ്ണം. അത് കഴിഞ്ഞ് മഹാവിഷ്ണുവിൻ്റെ തരും, പിന്നീട് നരസിംഹത്തിൻ്റെ തരും. അങ്ങനെ ഓരോന്ന് സ്റ്റെപ്പായിട്ട് പിന്നെ ദുർഗയുടെ തരും, ഭദ്രകാളിയുടെ തരും. അങ്ങനെ ഓരോ ദേവീദേവന്മാരുടെ മൂലമന്ത്രങ്ങൾ തന്ന് അവസാനം മഹാദേവൻ്റെ തരും, ശിവൻ്റെയാണ് അവസാനം. അപ്പോൾ അതാണ് ശരിയായ ജ്യോതിഷം. ഇതിപ്പോൾ നമ്മൾ പറയുന്നുണ്ട് 7 തലമുറയിലെ സർപ്പദോഷം തീരുന്നതിന് പാൽപ്പായസോമം ചെയ്താൽ തീരും, നമ്മൾ പ്രോഗ്രാമിലൊക്കെ പരസ്യം കാണിക്കാറുണ്ട്. അപ്പോൾ 7 തലമുറയിലെ സർപ്പദോഷം തീരുന്നതിന് പാൽപ്പായസോമം ചെയ്താൽ മതി. അത് മഹർഷീശ്വര മന്ത്രം ജപിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ എന്താണ് മഹർഷീശ്വര മന്ത്രം എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന കർമ്മം ചെയ്യാൻ പോകുന്ന ആളോട് ചോദിച്ചാൽ ആൾക്കറിഞ്ഞൂടാ. ആളുടെ വിചാരം അത് നമശിവായാണ്. അതായത് ശിവൻ്റെ മൂലമന്ത്രം നമശിവായ അല്ല എന്നുള്ളത് ആദ്യം അറിയുക. ശിവൻ്റെ മൂലമന്ത്രമാണ് മഹർഷീശ്വര മന്ത്രം. അതേപോലെ മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രം നാരായണായ നമ അല്ല എന്നറിയുക. അതൊക്കെ ഭക്തജനങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൊന്നും ഭഗവാന്റെ ഒന്നും മൂലമന്ത്രം പറയാത്തത്. ഗണപതിയുടെ മൂലമന്ത്രം കൊടുക്കാൻ കാരണം നമ്മളുടെ അടുത്ത് ഒത്തിരി ജ്യോത്സ്യന്മാരും കർമ്മികളൊക്കെ പൂജയ്ക്ക് വന്നിട്ടുണ്ട്. അവർ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ മന്ത്രം ചൊല്ലിയിട്ട് അവരോട് ചോദിക്കും ഗണപതിയുടെ മൂലമന്ത്രം അറിയുമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവർ പറയും ഗണപതിയെ നമ, ചെറിയ മന്ത്രം. വലിയ മന്ത്രം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഐ ഹ്രീം ശ്രീ ഓം ശ്രീ ഗണപതായി വരദ സർവ്വജന്മേ വശമാനായ സ്വാഹ, അവിടം വരെ അവർക്ക് അറിയുള്ളൂ. അതാണ് ബുക്കിലുള്ളൂ. അപ്പം അതിൻ്റെ പിന്നിൽ ശ്രീ മഹാഗണപതിയും ശ്രീ പാതുകാം പൂജയാമി നമ തർപ്പയാമി നമ എന്ന് പറഞ്ഞാലേ മന്ത്രം പൂർണ്ണമാവുള്ളൂ. അപ്പോൾ പല വലിയ ആചാര്യന്മാരെന്ന് പറഞ്ഞവർക്കൊന്നും ഈ പറഞ്ഞ പൂർണ്ണത എത്തണില്ല. കാരണം ഗ്രന്ഥങ്ങളിൽ ഇതൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും കേട്ട് കഴിയുമ്പോൾ ആളുകൾ ഞെട്ടിത്തിരിക്കുക. ഇത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് ഒരിക്കലും ദുർമരണപ്പെട്ട ബ്രാഹ്മണനല്ല. ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് ശിവൻ്റെ പുത്രനാണ്. അത് മന്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, ശ്രീ മഹാദേവൻ്റെ നല്ലച്ഛൻ്റെ 3-ാം തൃക്കണ്ണിൽ പിറന്നുത്ഭവിച്ചുണ്ടായ ബ്രഹ്മരക്ഷസിൻ്റെ. അപ്പോൾ അങ്ങനെ മന്ത്രം തുടർന്ന് പോകുമ്പോൾ നമ്മളൊരു പ്രോഗ്രാമിൽ ബ്രഹ്മരക്ഷസിൻ്റെ ഈ രഹസ്യം വെളിപ്പെടുത്തുന്ന സമയത്ത് ഒരു ആചാര്യം വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ബ്രഹ്മരക്ഷസിൻ്റെ മൂലമന്ത്രം തരുമോ? കേട്ടപ്പോൾ വളരെ കൗതുകമായി തോന്നി. ഞാൻ 70 ക്ഷേത്രങ്ങളുടെ തന്ത്രിയാണ്, അപ്പോൾ എനിക്കൊന്ന് കിട്ടിയാൽ കൊള്ളാം. ഞാൻ പറഞ്ഞു, അങ്ങനെ നമുക്ക് മൂലമന്ത്രമൊക്കെ ശിഷ്യന് മാത്രമേ ഉപദേശിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വെറുതെ വിളിച്ചിട്ട് ഒരാൾ മന്ത്രം ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ ഓൾറെഡി സാറിന് ശിഷ്യനായി കഴിച്ചു, അതുകൊണ്ട് എനിക്ക് മന്ത്രം ഞാൻ ശരിയാവില്ല. കാരണം താങ്കൾ എന്നെ കണ്ടിട്ടുണ്ടോ ടിവിയിലൂടെ, പക്ഷെ ഞാൻ താങ്കളെ കണ്ടിട്ടില്ല. കാര്യം നിങ്ങൾ 70 ക്ഷേത്രങ്ങളുടെ തന്ത്രിയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഞാൻ ചോദിച്ച ആളോട് എന്തിനാണ് ഈ ബ്രഹ്മരക്ഷസിൻ്റെ മൂലമന്ത്രം? അപ്പോൾ ആൾ പറഞ്ഞു, പലയിടത്തും ഇങ്ങനെ ഈ ബ്രഹ്മരക്ഷസ് എന്ന് പറയുമ്പോൾ ദുർമരണ ബ്രാഹ്മണൻ എന്നുള്ള രീതിയിലുള്ളൊരു കൺസെപ്റ്റാണ് പോകുന്നത്. അതുകൊണ്ട് സാറിൻ്റെ പ്രോഗ്രാം കണ്ടപ്പോഴാണ് മനസ്സിലായി ഇതല്ല.
അതായത് ബ്രഹ്മരക്ഷസിന് പൽപ്പമിട്ട പാൽപായസം കൊടുക്കുക എന്ന് പറയുന്നത് ഈ സർപ്പദോഷം പോലെ തന്നെയാണ് ബ്രഹ്മരക്ഷസിൻ്റെ ഉപദ്രവദോഷവും. അപ്പോൾ അത് ബ്രഹ്മരക്ഷസിൻ്റെ ഉപദ്രവദോഷം ഇല്ലാത്ത ആളുകളുണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ അടുത്തൊക്കെ വരുമ്പോൾ ഈ ബ്രഹ്മരക്ഷസിനെ ഞങ്ങൾ ആവാഹിക്കും. എത്ര കഠിനമായാലും ഇത് ആവാഹിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റുന്നത് എങ്ങനെയാണ്? ബ്രഹ്മരക്ഷസിൻ്റെ മൂലമന്ത്രം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് ആവാഹിച്ച് മാറ്റാൻ പറ്റുന്നത്. അപ്പോൾ ഇത് പലർക്കും, ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ പലർക്കും പറ്റുന്ന അബദ്ധങ്ങൾ നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ചാത്തൻ്റെ മൂലമന്ത്രം അറിയില്ലാത്ത ഒരാൾക്ക് ചാത്തൻ ഒരിക്കലും ആവാഹിക്കാൻ പറ്റില്ല. അപ്പോൾ ചിലർ പറയുന്നത് ഭദ്രയുടെ മൂലമന്ത്രം കൊണ്ട് ആവാഹിക്കും. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്ന ഭദ്രയുടെ മൂലമന്ത്രം ഒന്ന് പറയൂ. അപ്പോൾ അവർ ഉടനെ പറയും ആക്ലീസാവും ഭദ്രകാളിയെ നമ്മ. ഇത് മൂലമന്ത്രമല്ലല്ലോ, അത് സാധാരണ രീതിയിലുള്ള ഒരു മന്ത്രം. അതൊരു ധ്യാനമന്ത്രമാണോ ഏത് മന്ത്രമാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലുള്ള ഭദ്രകാളിയുടെ മൂലമന്ത്രമൊന്നും ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം നമ്മളത് പറയുന്നില്ല. പക്ഷേ ഈ ഐക്ലീസവും ഭദ്രകാളിയെ നമ എന്നുള്ളതൊന്നും ദേവിയുടെ മൂലമന്ത്രം അല്ല. അപ്പോൾ ഇതെല്ലാം പല ക്ഷേത്രങ്ങളിലെയും വലിയ വലിയ പ്രഭുക്കന്മാരൊക്കെ ഉപയോഗിക്കുന്ന ഈ മന്ത്രം തന്നെയാണ്. 70 ക്ഷേത്രങ്ങളുടെ തന്ത്രി എന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കും ഇതിൻ്റെ ബ്രഹ്മരക്ഷസിൻ്റെ ഇത് അല്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് ദുർമരണ ബ്രാഹ്മണനല്ല എന്ന് നമ്മളുടെ പ്രോഗ്രാമിലൂടെയാണ് ആളറിയുന്നത്. അത് പലർക്കും ഇപ്പം അത് അന്ന് നമ്മുടെ അടുത്ത് പൂജയ്ക്ക് വന്ന നമ്മൾ ഒരുപാടിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ബ്രഹ്മരക്ഷസിൻ്റെ കൺസെപ്റ്റ് അറിയുമെന്ന് ചോദിച്ചപ്പോൾ ആളില്ല എന്ന് പറഞ്ഞു. ആളും കരുതിയിരുന്നത് ദുർമരണ ബ്രാഹ്മണനാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാം ബ്രാഹ്മണ്യമാണ്, ഭയം. ഈ ഭയം വരുത്തണമെങ്കിൽ എന്തെങ്കിലും കുതന്ത്രങ്ങളൊക്കെ കാണിച്ചാൽ, നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ മരിച്ചു കഴിയുമ്പോൾ എന്ത് പൂജയും ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. എന്ന ഗുണത്തിന് വേണ്ടി ചെയ്യാൻ പറഞ്ഞാൽ ആരും ചെയ്യില്ല. കാരണം അവർ പറയുന്നത് തോന്നിച്ചില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, അപ്പോൾ ഈ ഗന്ധർവ് ഇത് ഉള്ളത് അതുള്ളതാണോ? ഗന്ധർവനുള്ളതാണ്. ഈ ഗന്ധർവൻ കയറുമ്പോഴാണ് ഡിപ്രഷൻ വരുന്നത്. നമ്മളുടെ അടുത്ത് ഒരു പൂജയ്ക്ക് കൂടുതലും വരുന്ന ഡിപ്രഷൻ കേസാണ്. ഒരു മാസത്തിൽ എങ്ങനെ പൂജ ചെയ്താലും ഒരു 5 പേരെങ്കിലും മാനസിക രോഗമുള്ളവരുണ്ടാവും. അവരെല്ലാം മാറ്റി വിടുന്നത്. ഇത് കൂടുതൽ ഗന്ധർവം കയറുമ്പോൾ കൈവശം കയറുമ്പോൾ ഒക്കെ സംഭവിക്കുന്നതാണ്. ഇത് മാറ്റി കഴിഞ്ഞാൽ പിന്നീട് അവർ മരുന്നൊന്നും ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ പിന്നെ പല വലിയ വലിയ ആശുപത്രികളിലെല്ലാം നോക്കിയിട്ട് 6 വർഷം വരെ ഇരുട്ടുമുറിയിലിരുന്ന കുട്ടീനൊക്കെ നമ്മളിപ്പോൾ ജോലിക്ക് വിടുന്നുണ്ട്. മന്ത്രങ്ങളും മന്ത്രങ്ങളുടെ വൈബ്രേഷൻസും ഏലസും രക്ഷാകവചങ്ങളായിട്ട് നമുക്ക് വന്നു ഭവിക്കുന്നുണ്ടോ എന്ന് ഉള്ള സംശയങ്ങളും കൂടുതൽ നിവാരണങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരേക്കും നമസ്കാരം.